അമ്മായിമ്മ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു ഭീകര രൂപം മനസ്സിൽ വരില്ലേ? അമ്മായിമ്മ അല്ലേ? ഉമ്മ എന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു സ്നേഹം മനസ്സിൽ വരില്ലേ? അമ്മായിമ്മ എന്ന് കേൾക്കുമ്പോൾ സ്നേഹം വരുന്നുണ്ട്. നിങ്ങളെന്താ മിണ്ടാത്ത? അമ്മായിമ്മ ഉണ്ടോ ക്ലാസ്സിൽ? ഉണ്ടോ? ഇല്ലേ? അപ്പൊ ചില ധാരണകൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. ആ അമ്മായിമ്മക്ക് നിങ്ങളൊന്ന് അംഗീകാരം കൊടുത്തു വെക്ക്. അപ്പോഴോ അമ്മായിമ്മ ഒടിഞ്ഞു മുറിഞ്ഞ് കുപ്പി കയറും. കൊടുക്കൂല. ഈ അംഗീകാരം കൊടുക്കാത്തത് ആ പ്രശ്നം എന്ന് മനസ്സിലാക്കി നിങ്ങൾ അല്ലേ? ഒരാളെ എളുപ്പത്തിൽ കീഴടങ്ങാനുള്ള മാർഗം അയാളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. എളുപ്പത്തിലുള്ള മാർഗം. കണ്ടല്ലോ? ശരി, നിങ്ങൾ പറഞ്ഞാണ് ശരി. നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ പറഞ്ഞാണ് ശരി എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ കുപ്പിയിലായി. പിന്നെ അയാളെന്താ അറിയാം? ഒരാളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളതിൻ്റെ ആളാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെന്താ അറിയാം? ഞാൻ അതിൻ്റെ ആളല്ല, എനിക്കറിയോ? ഞാൻ അംഗീകരിച്ച് വെക്ക്. ഭാര്യ പറയാണ്, പിന്നെ നെയ്ച്ചോറിനെ നിങ്ങൾ കോല വാങ്ങണ്ട, കയമ വാങ്ങിയാൽ മതി അല്ലേ? പറയില്ലേ, നെയ്ച്ചോറിൻ്റെ അരി വാങ്ങാൻ അമ്മായി വിരുന്നിന് വരുന്നുണ്ട്, നിങ്ങൾ കോല വാങ്ങണ്ട, കയമ വാങ്ങിയാൽ മതി. ഇവിടെ ഞാൻ കോല വാങ്ങും, കോലോടെ വെച്ചാൽ മതി. നിനക്കെന്താ അറിയാം? ഒറ്റ പണിയേ ഉള്ളൂ. എന്താ? ചോറ് വെക്കണത് അവളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, നിങ്ങളാണ് അംഗീകരിച്ചാൽ മതി അല്ലേ? കോല മതിയോടി? മതി. കയമ വേണ്ട? നിനക്കള്ളം അറിയാം, അതുകൊണ്ട് നീയാളെ വെക്കണേ, നീ പറഞ്ഞത് ചെയ്യാം. പ്രശ്നം തീർന്ന്. അവിടെ പ്രശ്നം തീർന്നില്ലേ? നീ എന്താ പ്രശ്നം ഉണ്ടാവുക? ഭർത്താവ് ചില കാര്യങ്ങൾ പറയുമ്പോഴോ നിങ്ങൾക്കുള്ളത് അറിയാം, അത് നിങ്ങൾ ചെയ്തോളി, അവനും പ്രശ്നം തീർന്ന്. അമ്മായിമ്മനെ കുപ്പിയിലാക്കേണ്ടത് എങ്ങനെയാ? അംഗീകരിച്ചാൽ മതി. ഇതിൻ്റെ ഉമ്മയാണ്, ഭർത്താവിൻ്റെ ഉമ്മയാണ്. അത് വയസ്സായിട്ടുണ്ട്. നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലല്ല ജീവിച്ചത്. നമ്മൾ അനുഭവിച്ച സൗകര്യം അനുഭവിച്ചിട്ടില്ല. അതിൻ്റെ ചില പ്രശ്നങ്ങൾ അതിൻ്റെ സ്വഭാവത്തിലുണ്ടാവും. വയസ്സാവുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഉണ്ടോ? തുപ്പിയാൽ നീളം പോവാത്ത സമയം, വിചാരിച്ചിടത്ത് എത്താൻ കഴിയാത്ത സമയം, ചില ദേഷ്യവും വാശിയൊക്കെ അതിനുണ്ടാവും. ഇതാണ് അംഗീകരിച്ചാൽ മതി അല്ലേ? എന്നിട്ടോ ആ അമ്മായിമ്മക്ക് കൊടുക്കാനുള്ള ഒന്നാമത്തെ വിശപ്പ് കൊടുത്തോളൂ. ഏതാ ഒന്നാമത്തെ? ഫുഡ് അല്ലേ? പള്ള നിറച്ചും അമ്മായിമ്മക്ക് ഇഷ്ടപ്പെട്ട് കൊടുത്തു നോക്ക്. നിങ്ങൾ എല്ലാവർക്കും പുരയിൽ എരിവിഷ്ടാണ്, അമ്മായിമ്മക്ക് എരിവിഷ്ടല്ല. നിങ്ങൾ വീട്ടിൽ എരിവില്ലാത്തൊരു കറിയും എരിവുള്ളൊരു കറി ഉണ്ടാക്കുമോ? നിങ്ങൾ ഉണ്ടാക്കുമോ? ഇവിടെ ഒരു കറി ഉണ്ടാക്കുക കൂട്ടിയാൽ മതി, എല്ലാം കൂടി ഉണ്ടാക്കാമെന്ന് കഴിയൂടെ അല്ലേ? ഉണ്ടാക്കുമോ? നിങ്ങൾ അമ്മായിമ്മനെ ഒന്ന് പരിഗണിച്ച്, ഉമ്മ ഞാൻ കറി കുറച്ചൊന്ന് മാറ്റി വെച്ചു കേട്ടോ, നിങ്ങൾക്കുള്ളത് എൻ്റെ മോള് പരിഗണിച്ചു അല്ലേ? ഒരിക്കലും അമ്മായിമ്മ പ്രശ്നക്കാരുണ്ടാവില്ല. നിങ്ങൾ മുണ്ടായിട്ടാണെന്ന്, നിങ്ങളെ സ്വഭാവമാണ് പ്രശ്നം അല്ലേ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? 3 വിശപ്പുകളെ അകറ്റാൻ കഴിയുമ്പോഴാണ് കുടുംബമാവുക. ഇനി നിങ്ങൾ ധൈര്യത്തിന് മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങളെ കുടുംബം ഇങ്ങനെ കുളിരിന് കാണാം. ഏസി ഒന്നും ഇടണ്ട, കുളിരും. അല്ലെങ്കിലോ? അപ്പോൾ ഒന്നാമത്തെ ബന്ധം ശാരീരിക ബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ ശാരീരിക ബന്ധം കൃത്യമായി നടക്കണമെങ്കിൽ വൃത്തി വേണം. അല്ലേ? മക്കളെ കെട്ടിപ്പിടിക്കുമ്പം ഉമ്മനെ മീൻ മണക്കണെന്ന് കുട്ടി പറയരുത്. ഒരു പെണ്ണിന് സുഗന്ധം പൂശാൻ അനുമതിയുണ്ട് വീട്ടിനകത്ത്. ഒരു പെണ്ണിന് കണ്ണെഴുതാം വീട്ടിനകത്ത്. ഒരു പെണ്ണിന് പൗഡർ ഇടാം വീട്ടിനകത്ത്. ഒരു പെണ്ണിന് സൗന്ദര്യം അല്പമൊക്കെ കാണുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കാം വീട്ടിനകത്ത്. കണ്ടോടത്ത് മുഴുവൻ പോയി കണ്ട് ഇങ്ങനത്തെ വസ്ത്രം ധരിച്ച് നടന്നാൽ അവിടെ എന്താ ഉണ്ടാവുക? അത് നിങ്ങൾക്ക് 4 ദിവസം മുമ്പത്തെ പത്രം എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. വിട്ടത് കൊടുക്കാത്ത ഇങ്ങനെ നടന്നാൽ എന്താ ഉണ്ടാവുക എന്ന് ആണുങ്ങൾക്ക്. അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലെത്തും. അതുകൊണ്ട് നിങ്ങൾ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് വായിച്ചാൽ മതി. കണ്ടോ? ആ റിപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം, നിങ്ങൾ വായിച്ചു നോക്ക്. അപ്പോൾ മനസ്സിലാവും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നാട്ടിലിറങ്ങിയാൽ എന്താ പ്രശ്നമെന്ന്. പക്ഷെ ആ ഡ്രസ്സ് സൈഡ് ഓപ്പണായ ലെഗിങ്സ് നിങ്ങൾ ധരിക്കണം. അത് വീട്ടിനകത്തുനിന്ന് നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടം തോന്നുന്ന, ഭർത്താവിന് കൊതി തോന്നുന്ന, ഭർത്താവിന് പൂതി തോന്നുന്ന ഇത് വേണം. ആണ് ധരിക്കണം. പെണ്ണ് മാത്രം ധരിച്ചാൽ പോരാ, ആണുങ്ങളും ധരിക്കണം. എന്താ? ആ പെണ്ണിന് അടുക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം ആ പെണ്ണും ആണും ധരിക്കണം.
അല്ലേ? വെള്ളത്തുണി, വെള്ളക്കുപ്പായം, വെള്ളമനിയൻ, വെള്ള ഇന്നറ്, വെള്ളച്ചെരുപ്പ് ഒക്കെ കൂടി ഒരു വെള്ളയാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ അകത്തേക്കിട്ട് കയറിയാലോ ഒക്കെ നയിച്ച് വെച്ചാണ്ട് ഒരു പഴയ കള്ളിത്തുണി, എന്നിട്ട് ആ കൊടുത്താണ്ട് പള്ളിയും കാട്ടി അങ്ങനെ നിൽക്കും. ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും തോന്നുന്നു, നാട്ടുകാർ പറയും അയാളൊരു മാന്യൻ. കാരണം എന്താ? ഫുള്ള് വെള്ള. ഭാര്യ പറയും ബംഗാളി വരെ ഇപ്പോൾ പാൻറ്റും കുപ്പായി ഇട്ടാ പണിയെടുക്കൽ. ഇയാളെ കോലം കണ്ടില്ല നിങ്ങൾ? എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ആ ഭാര്യയ്ക്ക് തോന്നുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ തോന്നുമോ? ആലോചിച്ച് നോക്കിയാ. അപ്പൊ പെണ്ണിന് ആണിനോടും ആണിന് പെണ്ണിനോടും അടുപ്പം തോന്നുന്ന രൂപത്തിലുള്ള വസ്ത്രം, വൃത്തി, മേല് കഴുകി വസ്ത്രം മാറ്റിയിട്ടേ പ്രിയപ്പെട്ട സ്ത്രീകളെ ഭർത്താവിൻ്റെ അടുത്ത് കിടക്കാൻ പറ്റുള്ളൂ. ഞാൻ വൈകുന്നേരമാണ് കുളിച്ച് മാറ്റിയതാ, ഇനിയിപ്പോൾ ഒന്ന് മാറ്റിയിട്ട് അതും കൂടി തിരുമ്പണം അല്ലേ? വേണ്ടേ? കരുതരുത്. രാത്രി ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ പോകുമ്പോൾ മേല് കഴുകി പല്ല് തേച്ചു വൃത്തിയായി കിടക്കുമ്പോൾ ഞാൻ മറ്റൊരു വസ്ത്രം മാറ്റിവെച്ച് അതിൽ സുഗന്ധം പൂശി അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്പ്രേ നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പ്രേ അയാൾക്ക് കൊടുക്കണം. അത് അയാളടിക്കേണ്ടത്, അയാൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളടിക്കേണ്ടത്. അപ്പം നിങ്ങൾ വിചാരിക്കുമോ ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 10-20 കൊല്ലമായിട്ട് ഇനി സ്പ്രേ അടിച്ച് പോവാൻ അല്ലേ? നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കല്യാണം കഴിഞ്ഞ് എത്ര കൊല്ലമായാലും ഇതിന് നിങ്ങളെടുത്തേക്കല്ലാതെ മൂപ്പർക്ക് പോകാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ പോവാനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കണം. നാ മൂപ്പര് വേറെ നോക്കിയേക്കോളൂ. അതറ്റില്ല അല്ലേ? പട്ടി പുല്ല് തിന്നില്ല, പശുവിനെ തിന്നാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞില്ലേ? പശു പുല്ല് തിന്നാൻ വേണ്ടി പോകുമ്പോൾ ഭാവോ എന്നറിയും, പശു ഒന്ന് ഞെട്ടും. പശു തിന്നാനും സമ്മതിക്കില്ല, എന്നാലോ പട്ടിയിട്ട് തിന്നില്ല. അതുകൊണ്ട് ഒന്നുകിൽ പട്ടി തിന്നുക, അല്ലെങ്കിൽ പശുവിനെ തിന്നാൻ അനുവദിക്കുക. കണ്ടോ? അതുകൊണ്ട് എത്ര കാലം കഴിഞ്ഞാലും ഇതൊന്നും പഴകൂല. മടുക്കാത്തതെന്ത് എന്ന് ചോദിച്ചോക്കെ നിങ്ങൾ. മടുക്കാത്തതെന്താ? ഒരു മനുഷ്യന് മടുപ്പുണ്ടാക്കാത്തത് എന്താ? നോക്ക്, കാറ് വാങ്ങും, ആണുങ്ങളൊക്കെ കാറ് വാങ്ങും, പുതിയ കാറ് അന്വേഷിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് പുതിയ കാറ് വാങ്ങും. എന്നിട്ട് ഭാര്യയും മക്കളൊക്കെ കയറ്റി പറയും എന്താ മോനെ വണ്ടി അടിപൊളിയാണ്, എല്ലാ സിസ്റ്റം ഉണ്ട്. എന്നിട്ടോ ഒരു 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഭാര്യയോട് പറയും വണ്ടി ഒന്ന് മാറ്റണം. എന്താ? ഇതെന്തോ ഒരു ട്രബിള്. ആ വണ്ടിക്ക് ഒരു ട്രബിളും ഇല്ല. നിങ്ങൾ ആ സെക്കൻഡ് ഹാൻഡ് കാറ് കൊടുത്താൽ പിന്നെ ഒരുത്തന്നെ അത് 5 കൊല്ലം കൊണ്ട് നടക്കും. ആ കാറിനൊരു കംപ്ലൈൻറ്റും ഇല്ല. എന്താ കംപ്ലൈൻറ്റ്? നിങ്ങൾക്ക് മടുത്തു. 5 കൊല്ലം ഓടിച്ചപ്പോൾ ആ കാറ് മടുത്തു അല്ലേ? 2 കൊല്ലം ഉപയോഗിച്ചപ്പോൾ ഫോൺ മടുത്തു. പെണ്ണുങ്ങളൊക്കെ ഡ്രസ്സ് ഒഴിവാക്കും. ഭർത്താവ് വയ്ക്കുന്നത് എന്തിനാണ് ഒഴിവാക്കിയെന്ന്? ആ പുള്ളി കുത്തി ഒന്നും ഉണ്ടാവില്ല, ഓക്ക് മടുത്തതാ അല്ലേ? ചെരുപ്പുകൾ കുറേ ഇട്ടോക്ക്, ഒരു ഷൂസുകൾ കുറേ ഇട്ടോക്ക്, ഒന്നും ആയില്ലെങ്കിൽ നിങ്ങളത് ഒഴിവാക്കും ഉറപ്പാ. കാരണം എന്താ? നിങ്ങൾക്ക് മടുക്കും. എത്ര കാലായി സാരിട്ട് നടക്കണേ അല്ലേ? മടുക്കാത്തതെന്ത്? ഒരേ ഒരു സാധനമേ മനുഷ്യന് മടുക്കാത്തതുള്ളൂ. അതിൻ്റെ പേരാണ് ബന്ധങ്ങൾ എന്നത്. അത് മടുക്കുവോ? ഉണ്ടോ? ഉമ്മല്ലേ നിങ്ങൾക്കൊക്കെ? ഉമ്മ ഇല്ലേ? 40 വയസ്സുള്ള മനുഷ്യൻ്റെ ഉമ്മ 40 കൊല്ലമായിട്ട് ഉമ്മയാണ്. അയാൾ ഉമ്മനെ മാറ്റിയോ? മടുത്തോ നിങ്ങൾക്ക് ഉമ്മനെ, ബാപ്പനെ, മക്കളെ? നാം പ്രസവിച്ച് പോറ്റിയ മക്കളെ മടുത്തോ? എൻ്റെ മോള് 18 കൊല്ലം ഞാൻ പോറ്റിന് മടുത്ത് പോടുന്നു, അടുത്ത കുട്ടി വരട്ടെ എന്നെ മടുത്തോ? ഇല്ല. ഒരിക്കലും മടുക്കാത്തത് ബന്ധങ്ങളാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ആ ബന്ധങ്ങളിൽ കൃത്യമായ സർവീസിങ് നടക്കണം അല്ലേ? ഒരു വണ്ടി 10 കൊല്ലം കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് നെയ്യത്തുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വേണ്ട എന്താണെന്നറിയോ? ആ വണ്ടി കൃത്യമായി വെച്ചങ്ങണ്ട് സർവീസ് ചെയ്യണം. ഈ വണ്ടി ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ മാറ്റുള്ളൂ എങ്കിൽ ആ വണ്ടി നിങ്ങൾ കൃത്യം സർവീസ് ചെയ്യണം. നിങ്ങളെ ഭാര്യനെ മാറ്റാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടോ? പഠിച്ചവനെ ഉണ്ടോ? ഇല്ല എങ്കിൽ ഇവളാണ് ജീവിതകാലം മുഴുവൻ എൻ്റെ ഭാര്യ എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരത് ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യണം. ഉണ്ടോ? അത് പുറത്തോർത്ത് ചെയ്യിക്കാൻ പറ്റൂല, നിങ്ങൾ തന്നെ ചെയ്യണം. ഭാര്യമാർക്ക് ഈ ഭർത്താവിനെ മാറ്റി വേറെ ഭർത്താവിന് വേണമെന്നുണ്ടോ? ഇല്ല, ഇയാൾ തന്നെയാണ് എൻ്റെ ഭർത്താവ് എങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യണം. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം, അത് കൃത്യമാവണം. മക്കളൊക്കെ അങ്ങനെയാണ്. അപ്പം മടുക്കാത്തത് മനുഷ്യന് ബന്ധങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം. ആ മടുക്കാതിരിക്കണമെങ്കിൽ 20 കൊല്ലമായി കഴിഞ്ഞിട്ട് ഇനിയും നിങ്ങൾ ഇങ്ങനെ വരിക എന്ന് ചോദിക്കരുത്. ഉണ്ടോ? എത്ര കാലം നിങ്ങൾക്ക് പറ്റുമോ അത്രയും ദാമ്പത്യമുണ്ടാവണം. അപ്പോഴാണ് കുടുംബത്തിന് കുളിരുണ്ടാവുക.
അല്ലാതെ ഇതിങ്ങനെ ഇരുന്ന് അന്തം വിട്ടിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ കുടുംബത്തിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പം എല്ലാം ശരിയായി. അതാ ഞാൻ പറഞ്ഞത്, നല്ല കുളിച്ച് വൃത്തിയായി അയാൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിച്ച് അയാളുടെ കൂടെ കിടക്കണം. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിച്ച് ഭാര്യൻ്റെ കൂടെ കിടക്കണം. വൃത്തിയും വെടിപ്പും വേണം, അടിപൊളിയാവണം. കുട്ടികളോ അങ്ങനെ തന്നെ. ഉമ്മ ഏറ്റവും സുന്ദരിയായിട്ട് കുട്ടികളെ മുമ്പിലാണ് നിൽക്കണ്ടേ. നിങ്ങളെ കുട്ടി നിങ്ങളെ കാണുമ്പോൾ ഉമ്മ എന്നാൽ ഒരു മനുഷ്യൻ ഏറ്റവും സുന്ദരിയായ സ്ത്രീ അതിൻ്റെ ഉമ്മയാണ്, ഭാര്യയൊന്നുമല്ല. നിങ്ങൾക്ക് വെറുതെ തോന്നുക, മൂപ്പര് സോപ്പിടാൻ വേണ്ടി പറയും ഇയാള് സുന്ദരി എന്നൊക്കെ. ഏറ്റവും സുന്ദരി ഉമ്മയാണ്. ആ ഉമ്മ സുന്ദരിയായി മക്കളെ മുമ്പിൽ നിൽക്കണം. അതെങ്ങനെയാ? നല്ല മുടിയൊക്കെ. നിങ്ങളെങ്ങനെ പൊരേ നിൽക്കരുതെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അടുക്കളയിൽ കണ്ണാടി വെച്ചാൽ ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾ എന്നെ പേടിച്ചു പോകും. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു കണ്ണാടി അടുക്കളയെ കൊണ്ട് ഫിറ്റാക്കി വെക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കുമ്പോൾ നിങ്ങൾ തന്നെ പേടിച്ചു പോകും. അമ്മേ എന്താ സാധനം എന്തിക്ക്. അതാ കോലം ആ മാക്സി ഇട്ട് കയറ്റി കുത്തി മുടി വലിച്ചരി കെട്ടി നെറ്റും പിന്നെ ഒക്കെ കൂടി ഇങ്ങനെ ചുളിച്ച് അല്ലേ ഒരുമാതിരി ഭീകര കോലത്തിൽ ആ പുരയിലിക്കുക. അവിടെയാണ് കുട്ടികളും ഭർത്താവും ഒക്കെ ഉള്ളത്. സുന്ദരിയായിട്ടൊരു ഉമ്മ വീട്ടിൽ നിൽക്കണം. മക്കൾക്ക് നല്ല മുഖം മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഉമ്മാൻ്റെ മുഖം നല്ല സുന്ദരമായ മുഖം. മക്കളോട് മുഖം കറുപ്പിക്കേണ്ടത് ആവശ്യത്തിന് മാത്രമാണ്. നിങ്ങളെ മുഖം എപ്പോഴും കറുത്തിട്ടാ പിന്നെ ഇപ്പം എങ്ങനെ കുട്ടിക്ക് ഇത് മനസ്സിലാവുക? എപ്പോഴും ദേഷ്യ പിന്നെ കുട്ടി എങ്ങനെ ബോധ്യപ്പെടുക? എപ്പോഴും സ്നേഹ ആ ഉമ്മാൻ്റെ മുഖം ഒന്ന് കറുത്തു നോക്കട്ടെ, ആ കുട്ടിക്ക് വിഷമാവും. ഉമ്മ എപ്പോഴും ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ഉമ്മയാണ്. ഉമ്മാക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. നമ്മളൊരു കുരുത്തക്കേട് പെട്ടപ്പോൾ ഉമ്മ മുണ്ടില്ല. ആ കുട്ടി ഉമ്മാൻ്റെ അടുത്ത് ഒന്ന് മുണ്ടുമ്മ എന്നാ ഈ ഇങ്ങനെ ചെയ്യും. ഇല്ലമ്മ മുണ്ട് എന്ന് പറയും അല്ലേ? എപ്പോഴും ദേഷ്യം പിടിക്കുന്ന ഉമ്മ ആണെങ്കിലോ എപ്പോഴും ദേഷ്യം പിടിക്കുന്ന ഉമ്മ കുട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മുണ്ടില്ല. കുട്ടിക്ക് സമാധാനമാവില്ലേ? നിങ്ങൾ പറയും. ഇപ്പം എന്താ സംഭവിക്കുക? എപ്പോഴും ഇങ്ങനെ കച്ചറുണ്ടാക്കണം ഉമ്മ. കുട്ടിക്കൊരു പ്രേമം വന്നപ്പോൾ ഉമ്മ മുണ്ടില്ല. കുട്ടി മനസ്സിലാവും ഇനി ഒന്നും കൂടി തുടങ്ങാം, നാ മുണ്ടാന്നാ ശല്യം തീർന്ന് അല്ലേ? അവിടെ സ്നേഹം ഉണ്ടാവില്ല. അപ്പം നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഇനി ഞാൻ പരത്തി പറയില്ല, നമ്മുടെ സമയം തീരുന്നു. അവിടെയാണ് ഒന്നാമത്തെ ബന്ധത്തിൻ്റെ പ്രസക്തിയുള്ളത്. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഞാൻ ഇപ്പം പറഞ്ഞ ഈ ശാരീരിക ബന്ധത്തെ ചേർത്ത് വെക്കണം. ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ബന്ധത്തിൻ്റെ പേരാണ് എന്താ പേര്? രണ്ടാമത്തെ ബന്ധത്തിൻ്റെ അതിൻ്റെ പേരാണ് മാനസിക ബന്ധം. മനസ്സ് അടുക്കണം. ഇതിനെന്താ വഴി? ശരീരം എടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി മനസ്സെടുക്കാൻ എന്താ വഴി? മക്കൾ ബാപ്പയുമായി മനസ്സെടുക്കണം, ഉമ്മ മക്കളുമായി മനസ്സെടുക്കണം, ഭാര്യയും ഭർത്താവും മനസ്സെടുക്കണം. എന്താ വഴി? മനസ്സിന് അടുപ്പമുണ്ടാക്കാൻ ഒറ്റ വഴിയുള്ളൂ. അതിൻ്റെ പേരാണ് സംസാരം. എത്ര സംസാരിക്കുന്നുവോ അത്രയും മനസ്സടുക്കും. നിങ്ങളെ ഫോൺ എടുത്ത് നോക്കി. നിങ്ങളെ ഫോൺ എടുത്ത് നോക്ക്. ഭാര്യനെ ലാസ്റ്റ് വിളിച്ച കോൾ എടുക്കൂ. എത്ര മിനിറ്റ് സംസാരിച്ചു? അവസാനം ഭാര്യനെ വിളിച്ച ഫോൺ എടുത്ത് നോക്ക്. നിങ്ങൾ എത്ര മിനിറ്റ് സംസാരിച്ചു? ഞാൻ ഉറപ്പ് പറയുക 1 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ഇനി ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും 10 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം ഉറപ്പ് തരാം, അവരെന്തോ ഒരു കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടാവും. വെക്കല്ലിങ്ങൾ അങ്ങനെ വെച്ചങ്ങനെ ശരിയാവുക. അപ്പോഴാണ് 12 മിനിറ്റ് പോയത് അല്ലേ? സ്നേഹത്തോടെ 1 മിനിറ്റ് സംസാരിച്ചോ? ഭാര്യമാർ ഫോൺ എടുത്തോളൂ. അവസാനം ഭർത്താവ് എത്ര സെക്കൻഡാണ് വിളിച്ചത്? ഹലോ, എന്താടി? പിന്നെ ചെറുപയർ, പിന്നെന്താ ഇഞ്ചി, പിന്നെന്താ ശരി അല്ല വേറെ സാധനം കൂടി വാട്സപ്പ് കിട്ടേക്ക് കഴിഞ്ഞില്ലേ അല്ലേ? സംസാരിച്ചോ? സ്നേഹം വന്നോ? ഉണ്ടോ? ഇല്ല, ഒന്നും വന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാ, ഈ സ്ത്രീകൾ ചിന്തിച്ചോ, നിങ്ങളെ ഫോൺ എടുത്തോ? ഭർത്താവിനോട് നിങ്ങൾ അവസാനം വിളിച്ച ഫോൺ എത്ര സമയം നോക്ക്. നിങ്ങളെ അമ്മനെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ? അമ്മനെ വിളിച്ചില്ലേ? എത്ര മിനിറ്റ് സംസാരിച്ചു? ഞാനൊരു കാര്യം ഉറപ്പ് നൽകാം, ഉമ്മയും നിങ്ങളും ഏറ്റവും കുറഞ്ഞ് സംസാരിച്ചത് 5 മിനിറ്റ് ആയിരിക്കും അല്ലേ? ശരിയല്ലേ പറഞ്ഞ്? ഉമ്മയോട് നിങ്ങൾ ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചിട്ടുണ്ടാവുക. ഉമ്മ മറ്റേ ഇത് ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും.
എത്ര മിനിറ്റ് ആയിട്ടാ വെച്ച്? അപ്പൊ നിങ്ങൾ ഉമ്മയും തമ്മിലുള്ള ഒരു ബന്ധം എന്താ ഭർത്താവും നിങ്ങളും തമ്മിലില്ലാത്തത്? നിങ്ങൾ പറയും കേൾക്കട്ടെ. നിങ്ങൾ ഫോൺ എടുത്തോ, നിങ്ങൾ ഇത്താത്തനെ വിളിച്ച സമയം എത്രയാ? നിങ്ങൾ ഇത്താത്തൊക്കെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ? എത്ര മിനിറ്റ് സംസാരിച്ചു? 5 മിനിറ്റാ? 10 മിനിറ്റാ? എന്തൊക്കെ കാര്യ, ചുരിദാറ് വാങ്ങിയത്, ചോറ് വെന്തത്, തിളച്ച് ചിന്തിയത് അല്ലേ, മിനിയാന്ന് ഭർത്താവ് ചൂടായത്, മക്കളെ കാര്യം, സാധനം ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒരു 30 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടാവും. എന്താ നിങ്ങൾ ഭർത്താവുമായിട്ട് സംസാരിക്കാത്തത്? പറയൂ. ആരോടാണോ നിങ്ങൾ ഏറ്റവും അധികം സംസാരിക്കുന്നത് അവരുമായി നിങ്ങൾക്ക് മനസ്സ് അടുപ്പമുണ്ടാകും. ആരോടാണോ നിങ്ങൾ ഏറ്റവും കുറച്ചു സംസാരിക്കുന്നത് അവരുമായിട്ട് മനസ്സകലും. മനുഷ്യന് മനസ്സടുക്കാൻ പടച്ചവൻ തന്ന ഏറ്റവും വലിയ മാർഗത്തിൻ്റെ പേരാണ് സംസാരം. വേറൊരു സാധനം മനുഷ്യനില്ലല്ലോ. ഉണ്ടോ? ഇല്ല. എന്താ ഉള്ളത്? സംസാരം. എത്രത്തോളം സംസാരിക്കുന്നു അത്രയും മനസ്സടുക്കും. അപ്പോഴോ ഭാര്യയും ഭർത്താവും എന്താ വേണ്ടത്? ഞാനൊരു കാര്യം പറയാം. ഒരിത്തിരി സമയമെങ്കിലും സംസാരിക്കാൻ സമയം കണ്ടെത്തിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സടുക്കും. അപ്പം അടുത്ത പ്രശ്നം, ഇനി ചില ഭാര്യയും ഭർത്താവും സംസാരിച്ച പ്രശ്നവും എന്താ കാരണം? അത് ചിന്തിച്ചു നിങ്ങൾ? സംസാരത്തിന് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, സംസാരം പോസിറ്റീവ് ആവണം. 2, സംസാരം മയത്തിലാവണം. 3, സംസാരം സപ്പോർട്ടീവ് ആവണം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ സംസാരം നീണ്ടുപോകും, മനസ്സടുക്കും. ഞാൻ ഈ പറഞ്ഞ 3 സാധനം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തെ വിലയിരുത്തിക്കോ. ഞാൻ പറഞ്ഞത് ശരിയാണോ നമുക്ക് നോക്കാം. ഉമ്മയോട് നമ്മൾ 15 മിനിറ്റ് സംസാരിച്ചു. ഉമ്മ എങ്ങനെ സംസാരിച്ചത്? 1, പോസിറ്റീവായി അല്ലേ. എന്ത് പ്രശ്നം ഉമ്മനോട് പറഞ്ഞാലും ഉമ്മൻ്റെ ആദ്യത്തെ വാക്ക് എന്തായിരിക്കും എന്നറിയോ? ഒക്കെ ശരിയാവും മോളെ, ഒക്കെ ശരിയാവും, അത് ശരിയാവും മോളെ അല്ലേ. മോൻ തീരെ പഠിക്കില്ല, ഉമ്മ പ്രാർത്ഥിക്കട്ടെ മോളെ, ശരിയാവും. എന്തൊരു പോസിറ്റീവാണ് നോക്ക് നിങ്ങൾ. ആ ഉമ്മനോട് നിങ്ങൾ പറയണം, മോന് പരീക്ഷയിലൊക്കെ മാർക്കാണ്, അങ്ങനെ തന്നെ വേണ്ടി എനിക്ക്. നിങ്ങൾ ഫോൺ ചെയ്യോ? അതൊക്കെ അങ്ങനെ തന്നെ വേണം. നീ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ കുറെ കഷ്ടപ്പെടുത്തിയിരുന്നു, നിനക്കും അങ്ങനെ കഷ്ടപ്പാട് കിട്ടണം തന്നെ. ആ ഉമ്മ നിങ്ങൾ ഇനി വിളിക്കോ? നിങ്ങൾ പറയൂ, വിളിക്കോ? ഇല്ല. അപ്പൊ എപ്പോഴാണ് ഉമ്മനെ വിളിച്ചത്? ഉമ്മ പോസിറ്റീവായി സംസാരിച്ചു. പിന്നെയോ ഉമ്മ മയത്തിൽ സംസാരിച്ചു അല്ലേ. ഉമ്മനെ ഫോൺ ചെയ്താൽ ആദ്യം കേൾക്കണ വാക്ക് എന്താ അറിയോ? ഹലോ എന്നൊന്നുമല്ല. എന്താ മോളെ, എന്തൊരു മയം അല്ലേ. എന്താടി മയണ്ടോ? ഭർത്താവ് ബൈക്കുമ്പോൾ ഇങ്ങനെ പോവുക, ഭാര്യ വിളിച്ചു, ബൈക്കുമല്ലേ, ഫോർത്തില്ല. പിന്നെയും വിളിച്ചു, ബൈക്കുമല്ലേ, ഫോർത്തില്ല. ഒരു പ്രാവശ്യം ഫോർത്തില്ലെങ്കിൽ അയാളെന്തെങ്കിലും തിരക്കിലാവും ഈ ഭാര്യയിട്ട് വിചാരിക്കില്ല. പിന്നെയും വിളിച്ചു, അയാൾ ഫോർത്തില്ല. ബൈക്കുമെന്ന് ഫോൺ നോക്കി കീശത്തിനിട്ടു. 3-മതും ഇതിങ്ങനെ വെല്ലടിക്കാണ്, ശല്യം. അയാൾ സൈഡാക്കിയിട്ട് എന്താടി? ഒന്നുമില്ല. കാരണം എന്താ? മയല്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തുണ്ടെങ്കിലും സ്വന്തം അമ്മ മരിച്ച വാർത്തയാണെങ്കിലും ഒന്നുമില്ല, അവൾ വെച്ചോളി, അമ്മ അല്ലേ. ആ ഫോൺ എടുത്തിട്ട് എന്താ മോളെ എന്ന് വെച്ചാലോ കടു പറയും. അപ്പം ഞാൻ ഇപ്പം എന്താ പറഞ്ഞേ? 1, മയം. 2, പോസിറ്റീവ്. 3-മത്തെ സാധനം പറഞ്ഞു. എന്താ? സപ്പോർട്ടീവ്. നിങ്ങളെന്തിനാ പറ്റിയ താടി മീശം വെച്ച് ഇങ്ങനെ നടക്കണ്? വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ സപ്പോർട്ട് ചെയ്തോ? ഇല്ല. എന്ത് ചെയ്യണേനും കുറ്റം പറയുന്ന ഒരു ഭാര്യനെ ഏതെങ്കിലും മനുഷ്യന്മാർ വിളിച്ചു നോക്കൂ. നിങ്ങൾ ചിന്തിച്ച് നോക്കി. നമ്മളൊരു ബിസിനസ് തുടങ്ങി, ചെറിയൊരു ബിസിനസ് അല്ലേ. നമ്മൾ ഭാര്യയോട് ചെന്ന് പറയാണ്, എടീ ഞാനേ ഇത് തുടങ്ങാൻ തീരുമാനിച്ചാണ്. ഭാര്യ എന്താ പറയുക? നോക്കിയാണെങ്കിൽ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ തുടങ്ങിക്കോളിട്ടോ, വെറുതെ ഓരോന്ന് ചാടാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും കുതുകുത്തുള്ള സ്വഭാവമുണ്ട്, മറ്റേ സാധനങ്ങൾ അന്ന് പൊളിഞ്ഞ കുറവല്ലേ, നിന്റെ വള അന്ന് പോയത് നിങ്ങൾക്ക് അറിയില്ല. നമ്മ പറയണ്ടില്ല ഇനി ഇതിലെ എന്തൊരു സപ്പോർട്ട്. അങ്ങനെ അയാൾ ആ ബിസിനസ് തുടങ്ങി നിങ്ങൾ വിചാരിച്ചോ. തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പൂട്ടി, ബിസിനസ്സും പൂട്ടി. ഇയാൾ പുരേ കയറി വന്നപ്പം ഭാര്യ ചോദിച്ചു, എന്തേ? അല്ല അത് പൂട്ടി.
ഭാര്യ എന്താ പറയാ, സാരില്ല, അത് പടച്ചോൻ വീഴ്ചയുണ്ടാവില്ല. എന്തൊരു സപ്പോർട്ട്. പക്ഷെ ഏതെങ്കിലും ഭാര്യ എങ്ങനെ പറയുമോ? എന്തായിരിക്കും ഭാര്യ പറയാ? അന്നേ ഞാൻ പറഞ്ഞതാ അത് വിജയിക്കും. ഞാൻ എന്തിനാ ഞാൻ ബന്ധം പറ്റിയ നിങ്ങൾ ആലോചിച്ച് നോക്ക് അല്ലേ? ഇയാൾ ആകെ വിചാരിക്കും ഈ ബിസിനസ് എല്ലാം പൊളിക്കേണ്ടത് ഈ സാധനത്തിനെ പൊളിച്ച് കളയണം അല്ലേ, പീടിയല്ല പൂട്ടേണ്ടത് പോരെയാണ്, നല്ല സമാധാനം കിട്ടും. അയാൾ ചിന്തയുടെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു തകർന്ന് തരിപ്പണമായി വരുന്നൊരു മനുഷ്യനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? വയനാട്ടിൻ്റെ കൈത്താങ്ങ്, അതിന് 200 പെടുത്താൽ മതിയോ? ആ ഭർത്താവിൻ്റെ ഒരു കൈത്താങ്ങ് കൊടുക്കണ്ടേ? അയാൾ വയനാട്ടിനേക്കാളും വലിയ കുത്തുവയ്ക്ക് പോയിട്ട് എടുക്കുകയാണ് അല്ലേ, പിടിച്ചോളി കയറിക്കോളി, അത് സാരല്ല, അപ്പയൊക്കെ തുടങ്ങും. നിങ്ങളെ കഴിയണതും പൊരണ്ടാക്കുമ്പോൾ ഭാര്യൻ്റെ സ്വർണം വാങ്ങരുത്. ആ പൊരയിൽ മരിക്കുന്ന വരെ സ്വൈര്യം ഉണ്ടാവില്ല. നിങ്ങൾ വേറെ ആർക്കെങ്കിലും വാങ്ങിക്കോ, ആർക്കെങ്കിലും വാങ്ങി പൊരണ്ടാക്കിക്കോ. പെണ്ണുങ്ങളെ പൊന്നങ്ങി പൊരണ്ടാക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. ഓളെ 10 പവൻ എടുത്ത് നിങ്ങൾ പൊരണ്ടാക്കി നോക്ക്. നിങ്ങൾ 20 പവൻ വാങ്ങിക്കൊടുത്താലും ഓളാ കണക്ക് പറയുന്നു. അതിനുള്ളിൽ കൊടപ്പനന്റെ ചോട്ടിൽ പൊരെടുത്തായിട്ടുണ്ടാവും. കടപട 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 കടപട. ഇവിടെ എന്താ സംഭവിച്ച്? എല്ലാ പെണ്ണും ഇങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ ആ കണക്ക് എപ്പോഴെങ്കിലും ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം എന്താ അറിയോ? ഇറ്റികളൊന്നും മറക്കൂല. പെണ്ണ് കാണാൻ വരുമ്പോൾ നിങ്ങളെ ടവലിൻ്റെ കളർ ചോദിച്ചു നോക്കിയാൽ ഓള് പറഞ്ഞു തരും. നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിനൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ പെണ്ണിനോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പം ഒരു റോസ് ഷർട്ടാട്ടിന്, അന്ന് ബ്രൗൺ കളർ ടവലാണ് നിങ്ങൾ എടുത്തിന്. നമ്മളാകെ പെണ്ണുണ്ട് പേടിച്ചിട്ട് ടവലൊക്കെ എടുത്ത് തുടച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഉണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നിങ്ങൾ പെണ്ണാണാൻ പോകുമ്പോട്ട ഡ്രസ്സ് ഇട്ടീനിയോ? അതിന് ഓർമ്മയില്ല അല്ലേ? പെണ്ണാണ് പോയപ്പോൾ അവളിട്ടീന ഡ്രസ്സ് ഓർമ്മ ഉണ്ടോ? ഇല്ല. പെണ്ണ് കണ്ടത് ഓർമ്മ ഉണ്ടോ? ആ ഒരു ഓർമ്മ നേർത്ത ഓർമ്മ ആയിട്ടുണ്ട് അല്ലേ? വേറെ എന്താ ഓർമ്മയുള്ളത്? ഇല്ല. നിങ്ങളെ പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കിയാ നിങ്ങൾ എന്താ ഇട്ടത് എന്ന് ചോദിച്ചു നോക്കിയാ നിങ്ങളെ ചെരുപ്പ് മുതൽ അടി മുതൽ മുടി വരെ ഓള് പറഞ്ഞു തരും. ഒരു സാധനം മറക്കാത്ത ജീവികളവര്. വേസ്റ്റ് ബോക്സും കൂടെ കൊണ്ടെടുക്കും. അതിന് ആവശ്യത്തിന് ഇങ്ങനെ തപ്പിയെടുക്കും ഓരോന്നൊരു. എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സൗകര്യ സമാധാനത്തിൽ മനുഷ്യൻ്റെ സംസാരം സപ്പോർട്ടീവാണോ? മനുഷ്യൻ്റെ സംസാരം പോസിറ്റീവാണോ? മനുഷ്യൻ്റെ സംസാരം മയത്തിലാണോ? കേട്ടിരിക്കും. അല്ലെങ്കിലോ ആര് കേട്ടിരിക്കാനത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഭർത്താവുമായി മനസ്സെടുക്കണമോ? ഭാര്യയുമായി മനസ്സെടുക്കണോ? മക്കളുമായി മനസ്സെടുക്കണോ? ഒറ്റ മാർഗം, ഞാൻ ഈ പറഞ്ഞ 3 ഗുണങ്ങളോട് കൂടി സംസാരിക്കുക. നിങ്ങളുടെ ഉമ്മയുമായി നിങ്ങൾ മനസ്സെടുത്തത്, ഉമ്മ സപ്പോർട്ടീവാണ്. എത്ര പ്രശ്നമുണ്ടെങ്കിലും ആ ഉമ്മ എന്താ പറയുക, അത് ഉമ്മാൻ്റെ കുട്ടിക്ക് അങ്ങനെ പറ്റിയ സാരില്ല, സപ്പോർട്ടീവാണ്. കുത്തുവോ? ഇതുവരെ ഉമ്മ നിങ്ങളെ കുത്തിയിട്ടുണ്ടാവില്ല. എന്ത് പ്രശ്നം വന്ന് ആര് കുത്തിയാലും ഉമ്മ കുത്തൂല. അതുകൊണ്ടാണ് ഉമ്മയെ വിളിച്ചാൽ ഒരുപാട് സമയങ്ങൾ സംസാരിക്കണത്. ആ ഫോൺ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്നത് ഒരു സമാധാനമാണ് അല്ലേ? ഏത് ടെൻഷനിലും ഉമ്മനെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു തല്ല് കിട്ടിയാൽ നമ്മൾ ആദ്യം ആരെ വിളിക്കുക? വനിതാ കമ്മീഷൻ, പോലീസ് കമ്മീഷണർ, ആരെങ്കിലും വിളിക്കുക? ഉമ്മനെ. ഉമ്മ ഉപ്പനെ തല്ലി. ആദ്യത്തെ വാക്ക് എന്തൊക്കെയെന്ന് അറിയോ? സാരില്ല മോളെ, ഉമ്മൻ്റെ കുട്ടിയോട് ക്ഷമിച്ചേക്ക്. നിങ്ങൾ ഈ നേരെ ഈ വിവരം, ഭർത്താവ് തല്ലിയ വിവരം ബാപ്പനെ വിളിച്ച് പറഞ്ഞു നോക്കിയാ, ബാപ്പാ എന്നെ മൂപ്പര് തല്ലി തന്നെ, എത്രണ്ണം കിട്ടി? 4 കൂടി കിട്ടണം എനിക്ക്. നിങ്ങൾ ആങ്ങളെ വിളിച്ച് പറഞ്ഞു നോക്കിയാ, ആങ്ങളെ എന്നെ തല്ലിയിട്ടേ ഉള്ളൂ, ഞാനൊക്കെയാണെങ്കിൽ കയ്യും കാലും ഓടിക്കും. നിങ്ങൾ ഉമ്മനെ വിളിച്ച് പറഞ്ഞു നോക്ക്, ഉമ്മ എന്നെ തല്ലിയെന്ന്. സാരില്ല, ഉമ്മൻ്റെ കുട്ടിയാണ്, ക്ഷമിച്ചേക്ക്, ഒക്കെ ശരിയാവും. ഓനെന്തോ ചൂടിലായിരിക്കും ഈ പറഞ്ഞ് ഈ ഒന്നും ഇങ്ങനെ. എന്ത് രസ! ലോകത്തെ ഏറ്റവും മികച്ച കൗൺസിലർ ഉമ്മയാണ്. കാരണം ഉമ്മ പോസിറ്റീവാണ്, സപ്പോർട്ടീവാണ്, മയമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനുമായി നിങ്ങൾക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി നിങ്ങളുടെ സ്വഭാവത്തെ ഇത്തരത്തിലേക്ക് മാറ്റലാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയണം. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഈ വ്യാപാര ഭവൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി വീട്ടിലെ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള മാറ്റം ഞാൻ ഈ പറയണേ. അല്ലാതെ ഇവിടെ ഇങ്ങനെ വന്ന് കേട്ടിരുന്നിട്ട് പോയിട്ട് കാര്യമില്ല.
ഇനി മൂന്നാമത്തത് അതിൻ്റെ പേരാണ് ആത്മബന്ധം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിർത്തുകയാണ് സമയം. ഉണ്ടോ ആത്മബന്ധം? നിങ്ങൾ കേട്ടണോ അങ്ങനത്തെ ഒരു സാധനം? കേട്ടണോ എന്താ സാധനം? ആത്മബന്ധം എന്നാൽ ഒരിക്കലും പിരിയാനാവാത്ത ബന്ധമാണ്. മരിച്ചാലും മനസ്സിലുണ്ടാകുന്ന ബന്ധമാണ്. അതിൻ്റെ പേരാണ് ആത്മബന്ധം എന്നത്. ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ 2 ബന്ധങ്ങളുണ്ടെങ്കിൽ ആത്മബന്ധം ഉണ്ടാവും. എൻ്റെ ഭാര്യ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകും, എൻ്റെ ഭർത്താവ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകും, അയാളെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു എന്ന് നമ്മൾ പറയും. എൻ്റെ മക്കള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളാവും. എപ്പോഴാ? അതിൻ്റെ പേരാണ് ആത്മബന്ധം. പിരിയാൻ കഴിയില്ല നമുക്ക്. അഥവാ പിരിഞ്ഞാലും മുസ്ലിമായൊരു മനുഷ്യൻ പ്രാർത്ഥിക്കും, പടച്ചോനെ നാളെ സ്വർഗപ്പൂങ്കാവനത്തിലെത്തുമ്പോൾ ഇയാളെ എനിക്ക് തരണട്ടോ, ഒരു ഹൂർലിക്കും കൊടുക്കരുത്, എനിക്ക് തരണം. ആ മനുഷ്യൻ പ്രാർത്ഥിക്കും, നാളെ പരലോകത്ത് ഈ ഭാര്യ മതി എനിക്ക്, അവളുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല എന്ന് ഒരു ഭർത്താവ് പറയും. നിങ്ങൾ ചിന്തിക്ക്, ഇവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറക്കുമ്പോൾ നിങ്ങൾ ആലോചിക്ക്, എപ്പോഴെങ്കിലും മനസ്സിനകത്ത് നിങ്ങൾ ഇങ്ങനെ തേടിയിട്ടുണ്ടോ നാളെ പരലോകത്തെത്തുമ്പോൾ ഈ ഭാര്യ മതിയെന്ന്? ഉണ്ടോ? ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, ഇനി കഴിച്ചിലാവുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ ക്വാളിറ്റിയുടെ അളവുകോൽ അതാണ്. അതുകൊണ്ട് ജീവിതം, ഒരൊറ്റ ജീവിതം ഈ ഭൂമിയിൽ, ബാക്കി ജീവിതമൊക്കെ പിന്നെയാണ്, പരലോകമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് വേണം സ്വർഗം നേടാൻ. ഭൂമിയിൽ ജീവിച്ച പോലെയാണ് സ്വർഗം. ഇവിടെ എല്ലാവർക്കും ശല്യപ്പെടുത്തി, നേരത്തെ അബ്ദുൾ റഷീദ് കുട്ടമ്പൂര് നിങ്ങളോട് സംസാരിച്ച പോലെ ഇവിടെ എല്ലാവരും വെറുപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കി, അതിർത്തി തർക്കം, അവിടെ തല്ല്, അയൽവാസിയൊക്കെ ഇടങ്ങേറ് അല്ലേ? അയൽവാസി ഒരു കക്കൂസിൻ്റെ കുഴി കുഴിച്ചപ്പോഴേക്ക് പഞ്ചായത്ത് പോയി കംപ്ലൈൻറ്റ്, ഓനവിടെ കുഴിച്ച് പഞ്ചായത്തുകാർ വന്ന് എല്ലാവരും വെറുപ്പിച്ച്, നാളെ മരിച്ചു പോയ ആൾക്കാർ പറയും കഴിച്ചിലായി എന്ന് അല്ലേ? ഭാര്യ പറയും കഴിച്ചിലായി എന്ന്. നിങ്ങൾക്കറിയോ, ഭർത്താവ് മരിച്ചു, മയ്യത്ത് കൊണ്ടുപോയി പുരയിൽ കൊണ്ടുവച്ചു. ഒരു ഭർത്താവ് മരിച്ച് ആ നിമിഷം മുതൽ ആ ഭാര്യ ഇദ്ദയിലാണ്. 4 മാസവും 10 ദിവസവും തികച്ച് ഇദ്ദയിരിക്കണം. ആ പെണ്ണ് ഭർത്താവ് മരിച്ചു എന്ന വിവരം കിട്ടിയത് മുതൽ പെണ്ണ് ഇദ്ദയിലേക്ക് പ്രവേശിച്ചു. 4 മാസവും 10 ദിവസവും അവൾ ഇദ്ദയിരുന്നു. ഇദ്ദ തീരുന്ന ദിവസമുണ്ട്. ഇദ്ദ തീരുമല്ലോ അല്ലേ? ഇദ്ദ തീരുന്ന ദിവസം 4 മാസം കഴിഞ്ഞു 10ാമത്തെ ദിവസം ഈ ഉമ്മ മൂത്ത മോക്ക് ഫോൺ ചെയ്തു. മൂത്ത മോൾ ഇത്തിരി ദൂരെയാണ്, സ്വന്തമായി വീടെടുത്ത് താമസിക്കുന്ന മൂത്ത മകൾക്ക് ഉമ്മ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മോളെ ഇന്ന് രാത്രിയോടെ ഉമ്മൻ്റെ ഇദ്ദ തീരും. മോള് പറഞ്ഞു, എനിക്കറിയമ്മ, അറിയാം തീരും. മോളെ നാളെ നീ വണ്ടിയായിട്ട് വരണം. മോള് ചോദിച്ചു, എന്തിനമ്മ? എനിക്ക് നിന്റെ വീട്ടിൽ ഒന്ന് നിൽക്കണം സമാധാനത്തോടെ. നിന്റെ മോളെ വീട്ടില് ഒരു 15 ദിവസം സമാധാനത്തിലൊന്ന് നിൽക്കണം, ശല്യപ്പെടുത്തിയവൻ പിരിഞ്ഞു പോയിരിക്കുന്നു എന്ന്. ഈ പെണ്ണിൻ്റെ മനസ്സിനകത്ത് എപ്പോഴാണ് ഈ ഭർത്താവിന് വേണ്ടി ഒരു ദുആ ഉണ്ടാവുക? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ 4 മാസം 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിന് സ്വാതന്ത്ര്യം കിട്ടി. കാരണം എന്താ? ഒരു സ്ഥലത്തും പോയി നിൽക്കാൻ സമ്മതിക്കാതെ മോളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വെറുപ്പിച്ച് അതിനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും. ഒരു സമാധാനം കൊടുക്കില്ല. ആ ഭാര്യ, ഭർത്താവ് മരിച്ചു പോയപ്പോഴാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഭർത്താവ് മരിച്ചപ്പോഴാണ് ആ മകളുടെ വീട്ടിൽ ആ കുട്ടി കല്യാണം കഴിച്ച് വലിയ പെണ്ണ അവളുടെ പുരയിൽ ചെന്ന് ഉമ്മ സമാധാനത്തോടെ 15 ദിവസം നിന്നത്. ആ ഭർത്താവ് ഇല്ലാതായപ്പോഴാണ്. എങ്കിൽ എന്തായിരുന്നു ആ ഭർത്താവിൻ്റെ ജീവിതം കൊണ്ട് അയാൾ ചെയ്തത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാളെ പരലോകത്ത് ഒരു ഭർത്താവിന് ചോദ്യം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട അവസ്ഥ അയാൾ ഭരിച്ച കുടുംബത്തെക്കുറിച്ചാണ്. ഭരണാധികാരികൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഒന്ന് ഞെട്ടിയത്. ഉമർ റളിയല്ലാഹു അൻഹു പേടിയോടെയാണ് റസൂലിന് ശേഷം ഭരണം ഏറ്റെടുത്തത്. ഉമർ എപ്പോഴും പറയുമായിരുന്നു, ഉറക്കമില്ലാതെ രാത്രി നടക്കുമ്പോൾ കൂടെയുള്ള ഭൃത്യൻ ചോദിച്ച ചോദ്യം, ഉമറേ നിങ്ങൾക്ക് ഉറങ്ങിക്കൂടെ? ഖലീഫക്കൊന്ന് ഉറങ്ങിക്കൂടെ?
നിങ്ങൾ ഭരണാധികാരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമർ അയാളോട് പറഞ്ഞത്, നീ പോയിട്ട് ഉറങ്ങിക്കോ, എനിക്ക് ഉറങ്ങാൻ പറ്റൂല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഭരണാധികാരി ചോദ്യം ചെയ്യപ്പെടുന്നത് പേടിയാണ്, നാളെ പരലോകത്ത് തോറ്റു പോവാതിരിക്കാൻ. ഓരോ പുരുഷനെയും നാളെ ചോദ്യം ചെയ്യപ്പെടും. ഓരോ പുരുഷനും. നിങ്ങൾ ഈ ഭരണാധികാരികൾ ചോദ്യം ചെയ്യപ്പെടുന്ന വരുമ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? പഞ്ചായത്തിൻ്റെ മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മന്ത്രി, MLA, MP ഇവർ ചോദ്യം ചെയ്യപ്പെടുന്ന? നമ്മളൊക്കെ ഭരണാധികാരികളാണ്. ആണുങ്ങൾ. റേഷൻ കാർഡിൽ പെണ്ണിൻ്റെ പേരുണ്ടെങ്കിലും പരലോകത്ത് റേഷൻ കാർഡ് നോക്കിയിട്ടല്ല ആളെ തീരുമാനിക്കുക. അവിടെ ആണാണ്, പുരുഷനാണ് കുടുംബത്തിൻ്റെ അധികാരി, അവനാണ് ഭരണാധികാരി. അവനെ ചോദ്യം ചെയ്യപ്പെടും. എന്താ ചോദിക്കുക? നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങൾ നെയ്ച്ചോറുണ്ടാക്കിയില്ലല്ലോ എന്നല്ല ചോദിക്കുക. നിങ്ങൾ ബർഗർ വാങ്ങിയോ എന്നല്ല ചോദിക്കുക. നിങ്ങളുടെ ഭാര്യ സംതൃപ്തമായിരുന്നോ? ആ ഭാര്യയുടെ ക്ഷേമം, വെൽഫെയർ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ മരിച്ചപ്പോൾ ആ പടച്ചോനെ അവൾക്ക് സമാധാനം കിട്ടിയതെന്ന് പറയേണ്ടി വരരുത്. നിങ്ങൾ വരരുത്. നോക്കൂ, നിങ്ങൾ ഭാര്യ മരിച്ചാൽ ഒരു ഭർത്താവ് എൻ്റെ പടച്ചോനെ ശല്യൊഴിഞ്ഞു എന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും ആ ഭാര്യയുടെ പരലോകം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? നാളെ നിങ്ങളുടെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവച്ചാൽ നിങ്ങളെ ഭാര്യ ചിന്തിക്കണം, വലിയൊരു നഷ്ടം എൻ്റെ ജീവിതത്തിലുണ്ടായി എന്ന്. എൻ്റെ പ്രിയപ്പെട്ട ആണുങ്ങൾ ആലോചിക്കണം. നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അവൾക്ക് ചെലവിന് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അവൾ പ്രസവിച്ച മക്കളൊക്കെ വലുതായി അവരുടെ കയ്യിൽ പണം ഉണ്ടാവാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ചെലവിനൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മരിച്ചു പോയാൽ ആ ഭാര്യ നമ്മുടെ മയ്യത്ത് കണ്ടിട്ട് ഇങ്ങനെ ചിന്തിക്കണം, പ്രാർത്ഥിക്കണം, പടച്ചോനെ എന്നെ സ്നേഹിച്ച ഒരു മനുഷ്യനാണ് ആ കടന്നു പോയത്. പടച്ചോനെ എന്നെ ഇത്രയും പ്രിയപ്പെട്ടതായിരുന്നു അയാൾക്ക്, ഇദ്ദേഹത്തെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, അയാളുടെ കൂടെ എന്നെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, ഞങ്ങൾക്ക് ഇനിയും ഒരുമിച്ച് ജീവിക്കണം, കൊതി തീർന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ കുടുംബ ബന്ധത്തെ പരിവർത്തനം ചെയ്യാനാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത് എന്ന് നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാവണം. വലിയ ഒരു പരിവർത്തനത്തിന് നാന്ദി കുറിക്കലാവട്ടെ എൻ്റെ ഈ സംസാരം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്കും കൂട്ടായ്മക്കും നേർന്നുകൊണ്ട് നാളെ പരലോകത്ത് ഭർത്താവും ഭാര്യയും മക്കളുമൊക്കെ ഒന്നിച്ച് കുടുംബത്തോടെ ഒന്നിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.